വെൽക്കം, തഹ്മാനാണ്. ഗൗട്ട് വീഡിയോ സീരീസിൽ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആന്റി ഗൗട്ട് ഡ്രഗ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൗട്ടിന്റെ ലക്ഷണങ്ങൾ, പത്തഫിസിയോളജി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാ മരുന്നുകളാണ്, ആന്റി ഗൗട്ട് ഡ്രഗ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. സോ ഗൗട്ടിലെ പ്രശ്നം നമ്മൾ പറഞ്ഞത് ഉയർന്ന ബ്ലഡിലുള്ള ഉയർന്ന യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് ലെവൽ ഈസ് ഹൈ ഓർ ഹൈപ്പർ യൂറിസീമിയ. സോ ഇത് ജോയിന്റുകളിൽ മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ആയിട്ട് അടയുന്നു. മോണോസോഡിയം യൂറേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, ജോയിന്റ്സിൽ വന്ന് അടിഞ്ഞ്. അമിതമായ യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടായാലും ഇത് കൂടാം, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് പുറന്തള്ളുന്നത് കുറഞ്ഞാലും ഈ പ്രശ്നം വരാം. സോ ഗൗട്ടിന്റെ 4 സ്റ്റേജുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഒന്ന് അസിംപ്റ്റോമാറ്റിക് ഗൗട്ട് ഇല്ല, പക്ഷേ യൂറിക് ആസിഡ് കൂടുതലാണ്. അസിംപ്റ്റോമാറ്റിക് ഹൈപ്പർ യൂറിസീമിയ ആണെന്ന് പറഞ്ഞു. ഹൈപ്പർ യൂറിസീമിയ അത് പറഞ്ഞു, പക്ഷെ ഇവിടെ ഗൗട്ട് ഇല്ല. രണ്ടാമത്തെ കേസ് അക്യൂട്ട് ഗൗട്ട് ആണ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഗൗട്ട് അറ്റാക്ക് ഓർ ഫ്ലെയർ അപ്പ് എന്നാണ് നമ്മൾ പറയാ, അല്ലെങ്കിൽ അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും. നാലാമത്തെ ഫേസ് നമ്മൾ പറഞ്ഞത് സ്റ്റേജ് 4 ആണ്, അത് ക്രോണിക് ഗൗട്ട്. ആൻഡ് മൂന്നാമത്തത് ഇതിന് ഇടയിലുള്ള ഇന്റർക്രിറ്റിക്കൽ സ്റ്റേജ്. ഇടയ്ക്കിടയ്ക്ക് 2 അക്യൂട്ട് ഗൗട്ട് സ്റ്റേജിന്റെ ഇടയിൽ വരുന്നതാണ് ഇന്റർക്രിറ്റിക്കൽ ഗൗട്ട്. സോ ഒരു അക്യൂട്ട് ഗൗട്ട് ഓർ ഫ്ലെയർ അപ്പ്. സോ അക്യൂട്ട് ഗൗട്ട് ഓർ ഫ്ലെയർ അപ്പുമായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞു, ഇവിടെ നമ്മൾ സിംറ്റംസ് ആണ് ട്രീറ്റ് ചെയ്യുക. സിംറ്റംസ് ഹാസ് ടു ബി ട്രീറ്റഡ്, അതാണ് ആദ്യം വേണ്ടത്. പിന്നീടാണ് നമ്മൾ സിംറ്റംസ് വീണ്ടും വരാതെ പ്രിവെന്റ് ചെയ്യേണ്ട മരുന്ന് കൊടുക്കുക. സോ ഗൗട്ടിൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഉണ്ട്, നീരുണ്ട്, വീക്കമുണ്ട്, വേദനയുണ്ട്, ചുവന്ന് തടിച്ചിരിക്കുന്നു, കടുത്ത വേദനയാണ്. സോ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളാണ്. ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ പറയുമ്പോൾ NSAIDs കൊടുക്കുക, വേദന കുറയ്ക്കുക, നീര് കുറയ്ക്കുക, രോഗിക്ക് ആശ്വാസം ലഭിക്കണം. സോ അവിടെ ഇപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് NSAIDs ആണ്. താൽക്കാലികമായി ഗൗട്ടിന്റെ ഇൻഫ്ലമേഷൻ എല്ലാം കുറയ്ക്കുന്ന മരുന്നുകളാണ് കൊടുക്കുക. സോ മിക്കവാറും എല്ലാത്തരം NSAIDsഉം കൊടുക്കും. ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനമായിട്ടൊക്കെ കൊടുക്കുന്നത് വൺ ഈസ് ഇൻറ്റോമെത്താസിൻ, നല്ലൊരു മരുന്നാണ്. നാപ്രോക്സൻ കൊള്ളാം, വേദന കുറയ്ക്കും. പൈറോക്സിക്കാം നമുക്ക് കൊടുക്കാം. ഡൈക്ലോഫിനാക് അത് നമുക്ക് കൊടുക്കാം. ഈവൻ ബ്രൂഫൻ ഈസ് ഓൾസോ ഓക്കെ. അങ്ങനെയുള്ള എല്ലാം NSAIDs എല്ലാം വർക്ക് ചെയ്യും. എക്സെപ്റ്റ് പാരസെറ്റമോൾ നമ്മൾ കൊടുക്കില്ല. PCT കൊടുക്കാത്തതിന് കാരണം അതിന് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഇല്ല, അനാൽജസിക് ആക്ഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് പെയിനും കുറയ്ക്കും, ടെമ്പറേച്ചറും കുറയ്ക്കും, പക്ഷെ ഇൻഫ്ലമേഷൻ കുറയ്ക്കില്ല. പിന്നെ ആസ്പിരിൻ ഉണ്ട്. ആസ്പിരിൻ നമ്മൾ കൊടുക്കാത്തതിന് കാരണം ആസ്പിരിൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്രീസ് യൂറിക് ആസിഡ് ആണ്. ദെൻ വേറെ മരുന്നാണ് ടോൾമെറ്റിൻ. സോ ഇത്രയും മരുന്ന് വെച്ച് ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ഈസ് NSAIDs ഇൻ അക്യൂട്ട് ഗൗട്ട്. ഇനി NSAIDs കൊടുത്തിട്ടും ഫലമില്ല, വേദന കുറയുന്നില്ല, റെസിസ്റ്റന്റ് ആണ് എങ്കിൽ നമുക്ക് കൊടുക്കാൻ 2 ഗ്രൂപ്പ് ഓഫ് മരുന്നുണ്ട്. വൺ ഈസ് കോൾച്ചിസിൻ ആണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഈസ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഉണ്ട്, കോൾച്ചിസിൻ ഉണ്ട്. സോ സെക്കൻഡ് മരുന്ന് നമുക്ക് കോൾച്ചിസിനെ കുറിച്ച് പറയാം. സോ കോൾച്ചിക്കം ഓട്ടംനെയിൽ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. കോൾച്ചിക്കം ഓട്ടംനെയിൽ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ് ആണ്. മോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ് ഫോർ അക്യൂട്ട് ഗൗട്ട്, അത് കോൾച്ചിസിൻ ആണ്. ഒരു അക്യൂട്ട് ഗൗട്ട് അറ്റാക്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ് കോൾച്ചിസിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് ആക്ടിങ്. ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നതും ഇത് തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ ഫലം കിട്ടും. NSAIDs പോലെ തന്നെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുക NSAIDs റെസിസ്റ്റന്റ് ആണെങ്കിലാണ് കൊടുക്കുക. സോ ഇറ്റ്സ് എ സെക്കൻഡ് ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ മരുന്ന് നോട്ട് എ സേഫർ ഡ്രഗ്. സേഫ്റ്റി കൺസേൺസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ NSAID പോലെ കൊടുക്കാത്തത്. ട്രീറ്റ്മെന്റ് ആൻഡ് പ്രൊഫൈലാക്സിസ് ഓഫ് അക്യൂട്ട് ഗൗട്ട്. സോ ഇറ്റ്സ് ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഫോർ പ്രൊഫൈലാക്സിസ് ഓഫ് അക്യൂട്ട് ഗൗട്ട് കൊടുക്കാവുന്ന മരുന്നാണ് കോൾച്ചിസിൻ. കോൾച്ചിസിനെ കുറിച്ചിട്ട് നമ്മൾ ആന്റി ക്യാൻസർ മരുന്ന് വിൻക്രിസ്റ്റിൻ ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. വിൻക്രിസ്റ്റിൻ അവിടെ തന്നെ ഒട്ടിച്ചേരുന്ന മരുന്നാണ്. ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇൻഹിബിറ്റർ ആണ് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. അതാണ് അതിന്റെ പ്രവർത്തന രീതി. സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഇപ്പോൾ സെല്ലിന്റെ സൈറ്റോസ്കെലറ്റിന്റെ ഭാഗമാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഇൻഫ്ലമേഷൻ ഉള്ള ഭാഗത്തേക്ക് ന്യൂട്രോഫിലിന്റെ മൈഗ്രേഷൻ തടയുന്നു. സോ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൈഗ്രേഷൻ ഓഫ് ന്യൂട്രോഫിൽസ് ടു ദ ഇൻഫ്ലമേറ്ററി ഏരിയ തടയുകയും, അതാണ് അതിന്റെ ഒരു മെക്കാനിസം. രണ്ടാമത്തത് ആൻഡ് ഓൾസോ ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് അവിടെയുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് അവിടെ റിലീസ് ചെയ്യുന്നതും തടയും. സോ ഇങ്ങനെ 2 മെക്കാനിസം വഴിയാണ് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഇൻഹിബിറ്റർ വഴി ഉണ്ടാവുന്ന ഈ മെക്കാനിസം വഴിയാണ് ഇത് ആഡ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി. മരുന്ന് എങ്ങനെ കൊടുക്കും? ഓറൽ ഗുളിക ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ ഇത് ഡ്രഗ് ഓഫ് ചോയ്സ് സെക്കൻഡ് ലൈൻ ആണ്. ഇൻ അക്യൂട്ട് ഗൗട്ട് ആണ് നമ്മൾ ഒരു യൂസ് പറഞ്ഞത്. ഇനി വേറെയും ചില യൂസ് ഉണ്ട്. ഇതിന്റെ രണ്ടാമത്തെ ഒരു ഉപയോഗം ഇൻ ഫാമിലിയൽ മെഡിറ്ററേനിയൻ ഫീവർ, അതിനകത്ത് ഉപയോഗിക്കാം. അതൊരു അമൈലോഡോസിസ് പോലെയുള്ള ഒരു സെൽ, അതിനകത്ത് ചില സാധനങ്ങൾ ഇൻക്ലൂഷൻ പാർട്ടിക്കിൾസ് വരുന്ന രോഗമാണ് അമൈലോഡോസിസ് ടൈപ്പ് പോലെയുള്ള രോഗം. ആൻഡ്
വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. അത് ഡയഗ്നോസ്റ്റിക് ആണ്. അത് നമ്മൾ കൊടുക്കുക സെല്ലിനകത്തുള്ള ക്രോമസോംസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ക്രോമസോംസ് കൗണ്ട് ചെയ്യണമെങ്കിൽ മോർഫോളജി ഓഫ് ക്രോമസോംസ് നമുക്ക് നോക്കാനായിട്ട് മെറ്റാഫേസ് അറസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കൊടുക്കും. സോ അപ്പോൾ അതിന് നമ്മൾ പറയാം കാരിയോ ടൈപ്പിംഗ് എന്നാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാരിയോ ടൈപ്പിംഗ് ഓഫ് സെൽസ്. സോ ഇതാണ് ഇതിന്റെ ഉപയോഗം. ആൻഡ് മരുന്നിന്റെ ഏറ്റവും കോമൺ സൈഡ് എഫക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്ട് എന്ന് പറയുന്നത് GIT പ്രശ്നങ്ങളാണ്. GIT അപ്സെറ്റ് ഉണ്ടാക്കാം, അത് ഡിസ്പെപ്സിയ ആകാം, അല്ലെങ്കിൽ സ്റ്റൊമറ്റൈറ്റിസ് ആകാം, അല്ലെങ്കിൽ ഡയറിയ എല്ലാം ഉണ്ടാക്കാം. ബിക്കോസ് GI സെൽസിന്റെ ടേൺ ഓവർ നമുക്കറിയാം, ഓരോ 5 ദിവസം കൂടുമ്പോൾ അത് പുതിയ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ ടേൺ ഓവർ കുറയ്ക്കുകയാണ്. റാപ്പിഡ്ലി മൾട്ടിപ്ലൈങ് സെൽസ് ആണ് GI സെൽസ്, അതിന്റെ ടേൺ ഓവർ കുറയ്ക്കുന്നു. അപ്പോൾ ഡയറിയ ഉണ്ടാക്കാൻ വേണ്ടി ദിസ് ഡയറിയ ക്യാൻ ബി വെരി സിവിയർ ആൻഡ് ഇറ്റ് ഈസ് കോസിങ് ബ്ലഡി ഡയറിയ ഉണ്ടാക്കാം. സോ വയറിളക്കത്തിന്റെ ആദ്യ ലക്ഷണം തോന്നി തുടങ്ങിയാൽ തന്നെ ഇത് സ്റ്റോപ്പ്, മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഫസ്റ്റ് സൈൻ ഓഫ് ഡയറിയ, സ്റ്റോപ്പ് ദ ഡ്രഗ് എന്നാണ് നമ്മൾ പറയുക. ഇനി മരുന്ന് സേഫ് അല്ല എന്ന് പറയാനായിട്ട് കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് ബോൺ മാരോ ഡിപ്രഷൻ ആണ്. സോ സെക്കൻഡ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ബോൺ മാരോ ഡിപ്രഷൻ ആണ്, അല്ലെങ്കിൽ ബോൺ മാരോസ്. ആ പ്രശ്നം മൂലം ബ്ലഡ് സെൽസ് കുറയലാണ്. സോ ദിസ് എ സീരിയസ് സൈഡ് എഫക്ട് ആണ്. സോ അതും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കാത്തത്. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ റീനൽ പ്രോബ്ലം ഉള്ള പേഷ്യൻറ്റിൽ ഇത് സേഫ് ആണ് എന്നുള്ളതാണ് ഇതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇനി മറ്റ് പല മരുന്നുകൾക്കൊപ്പം ഇത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം സ്റ്റാറ്റിൻസിനൊപ്പം ഒന്നും ഈ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ദെൻ CYP3A4 ഇൻഹിബിറ്റേഴ്സ് ഓർ PGP ഇൻഹിബിറ്റേഴ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്കൊപ്പം നമ്മളിത് ഒഴിവാക്കേണ്ടി വരും. CYP ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലാരിത്രോമൈസിൻ CYP ഇൻഹിബിറ്റർ ആണ്, എറിത്രോമൈസിൻ, കീറ്റോകോണസോൾ, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്കൊപ്പം കൊടുക്കാൻ പറ്റില്ല. PGP ഇൻഹിബിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വെരാപ്പമേൽ ഓർക്കാം, സൈക്ലോസ്പോറിൻ, ആന്റി ഇമ്മ്യൂൺ ഡ്രഗ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്കൊപ്പം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഒരു കാര്യം ഓർക്കേണ്ടത്, കോൾച്ചിസിൻ പ്ലാസ്മ യൂറിക് ആസിഡ്, ബ്ലഡിലുള്ള യൂറിക് ആസിഡ് ലെവലുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്, യാതൊരു ഇതുണ്ടാകാനില്ല. സോ ഇറ്റ്സ് ആൻഡ് ഓൺലി യൂസ്ഡ് ഇൻ അക്യൂട്ട് ഗൗട്ടി ഇൻഫ്ലമേഷൻ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഇൻഫ്ലമേഷനും ഈ മരുന്ന് ഉപയോഗപ്പെടുന്നില്ല. ഒരു കണ്ടീഷൻസിലും ഇതിന് ഫലമില്ല. ഓൺലി ഇൻ അക്യൂട്ട് ഗൗട്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ മരുന്ന്. ഇനി നമുക്ക് കൊടുക്കാവുന്നത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അക്യൂട്ട് ട്രീറ്റ്മെന്റിൽ നമുക്ക് കൊടുക്കാം. ആൻഡ് പ്രൊഫൈലാക്സിന് പക്ഷേ പറ്റില്ല. ഇത് ലോങ് ടേം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മരുന്ന് വേണമെങ്കിൽ നമുക്ക് ജോയിന്റ്സിലേക്ക്, ഇൻട്രാ ആർട്ടിക്കുലാർ എല്ലിന്റെ ആ ജോയിന്റിനകത്തേക്ക് നമുക്ക് കുത്തിവെക്കാം. കോർട്ടിക്കോയിഡ് റെസിസ്റ്റന്റ് കേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, കോർട്ടിക്കോസ്റ്റെറോയിഡ് കൊടുക്കുക. ഓറലും കൊടുക്കാവുന്നുണ്ട്, പക്ഷേ NSAIDs, കോൾച്ചിസിൻ മാത്രമേ അതിന് റെസിസ്റ്റന്റ് ആണ് എങ്കിൽ മാത്രമേ നമ്മൾ ഈ കടന്ന കൈയിലേക്ക് പോകാറുള്ളൂ. സാധാരണ രീതിയിൽ ഓറലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അൾസർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ദെൻ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് നമ്മൾ, കാരണം ബിക്കോസ് കോർട്ടിക്കോസ്റ്റെറോയിഡ് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പറയണം. നമുക്കിതും കൊടുക്കാം. സോ ദീസ് ആർ ദ 3 ഡ്രഗ്സ് ഇൻ അക്യൂട്ട് ഗൗട്ട്. സോ അപ്പം നമ്മൾ പറഞ്ഞത് അക്യൂട്ട് ഗൗട്ടിന് കൊടുക്കാവുന്ന മരുന്നാണ്. NSAIDs ആണ് ടോപ്പ്. ദെൻ കോൾച്ചിസിൻ നമുക്ക് കൊടുക്കാം. ഇതിനും ഫലമില്ലെങ്കിൽ നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്രോണിക് ഗൗട്ടിലേക്ക് വന്നാൽ സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് ലക്ഷ്യം എന്താ? ഇതിന്റെ ട്രീറ്റ്മെന്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ യൂറിക് ആസിഡ് അളവ് കുറച്ച് നിർത്തുക എന്നുള്ളതാണ്, താഴ്ത്തി നിർത്തുക. ഹൈപ്പർ യൂറിസീമിയ ഇല്ലാതാക്കുക. ഹൈപ്പർ യൂറിസീമിയ ഇല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ ഇതിന് നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാം, അത് താഴ്ത്തുക എന്നുള്ളതാണ്. രണ്ടാമത്, യൂറിക് ആസിഡ് കിഡ്നിയിലൂടെ പോകുന്നത് അല്ലെങ്കിൽ യൂറിനിലൂടെ പോകുന്നത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മൂത്രത്തിലൂടെ കൂടുതലായിട്ട് പുറന്തള്ളുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ നോക്കുന്ന മരുന്നുകൾ. സോ ഇതുണ്ടാകുന്നത് പ്യൂരിൻ മെറ്റബോളിസത്തിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അഡിനിൻ അല്ലെങ്കിൽ അഡിനോസിൻ എഴുതാം, അല്ലെങ്കിൽ ഗ്വാനോസിൻ, ഇതിന്റെയൊക്കെ ന്യൂക്ലിയോടൈഡ്സ് അല്ലെ, അതിൽ നിന്നാണ് ഉണ്ടാവുക. സോ ഇതിൽ നിന്നുണ്ടാകുമ്പോൾ ആദ്യം ഹൈപ്പോസാന്തിൻ ഉണ്ടാകുന്നു, ഹൈപ്പോസാന്തിൻ ഉണ്ടാകുന്നു, ദെൻ സാന്തിൻ ഉണ്ടാകും. സാന്തിൻ ഉണ്ടായിട്ടാണ് അതിൽ നിന്ന് യൂറിക് ആസിഡ് ആയിട്ട് മാറുക. സോ ഇത് നടക്കുക, സാന്തിൻ ഈസ് കൺവേർട്ടഡ് ടു യൂറിക് ആസിഡ്. ആൻഡ് ഇത് നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ സാന്തിൻ യൂറിക് ആസിഡ് ആയിട്ട് മാറാൻ ഇവിടെ ഒരു എൻസൈം വേണം. ആ എൻസൈമിന്റെ പേരാണ് സാന്തിൻ ഓക്സിഡേസ് എന്നാണ്. അതിന് സാന്തിൻ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിലാണ് സാന്തിൻ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിട്ട് മാറുകയുള്ളൂ. സോ ഈ എൻസൈമിനെ സാന്തിൻ ഓക്സിഡേസ് XO ഇതിനെ തടയുന്ന മരുന്നുകളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മരുന്നുകൾ. സോ ഒരു ഗ്രൂപ്പ് മരുന്ന് ഈസ് അല്ലോപ്യൂരിനോൾ ആണ്. അല്ലോപ്യൂരിനോൾ എന്ന് പറയുന്ന ഫേമസ് മരുന്നാണ്. ദെൻ അതിന്റെ തന്നെ ഓക്സിപ്യൂരിനോൾ ഓർ ഹൈപ്പോസാന്തിൻ, അല്ലോസാന്തിൻ ഉണ്ട്, ഓക്സിപ്യൂരിനോൾ ഓർ അല്ലോസാന്തിൻ എന്നും പറയും ഈ മരുന്നിനെ. ഇങ്ങനെയുള്ള 2 മരുന്നുകളുണ്ട്. വേറെ മരുന്ന് ഫെബുക്സോസ്റ്റാറ്റ് ആണ്. ഫെബുക്സോസ്റ്റാറ്റ് XO ഫോർ
xanthine oxidase. So these are called as xanthine oxidase inhibitors, exo inhibitors വിഭാഗം മരുന്നുകളാണ്. ഇതിൽ അലോപുരിനോൾ ഒരു പ്യൂരിൻ തന്നെയാണ്. ഇറ്റ്സ് എ ഫേക്ക് പ്യൂരിൻ ആണ്. പ്യൂരിൻ ആണ്, ഫേക്ക് പ്യൂരിൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ലൈക്ക് xanthine പോലെ ഇരിക്കും. സോ അലോപുരിനോളും xanthine ഇതിൽ സ്ട്രക്ചറിൽ അനലോഗായുണ്ട്. ഈ xanthine oxidase എന്ന് പറയുന്ന എൻസൈമിന് വേണ്ടി they will compete. സോ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് xanthine oxidase ആണ് അലോപുരിനോൾ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് അലോപുരിനോൾ ആക്റ്റീവ് ഡ്രഗ് ആണ്. ഇതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ഓക്സിപീരിനോൾ ഓർ മെറ്റബോളൈറ്റ് ആണ് അലോസാന്തിൻ. ആൻഡ് ഇതും കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ തന്നെയാണ്. ആൻഡ് ഇൻ ലോ ഡോസസിലാണ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. ഹൈ ഡോസ് വളരെ ഉയർന്ന ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആയിരിക്കും ഉണ്ടാവുക. ഫെബുക്സോസ്റ്റാറ്റ് ഈസ് നോട്ട് എ പ്യൂരിൻ അല്ല, xanthine അനലോഗ് അല്ല, xanthine സാമ്യമില്ല. ആൻഡ് സോ ദിസ് ഈസ് എ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് xanthine oxidase ആണ്. സോ ഇതാണ് രണ്ട് മെക്കാനിസം ഓഫ് ആക്ഷനിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ആൻഡ് ഇതിൽ കൂടുതൽ എഫക്റ്റീവ്നെസ് ഏതിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫെബുക്സോസ്റ്റാറ്റ് ആണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയേണ്ടി വരും. അലോപുരിനോൾ ഗുളികയുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, പക്ഷെ ഓറലാണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക. ആൻഡ് ഫെബുക്സോസ്റ്റാറ്റ് ഈസ് ഓൾസോ ഓറൽ ഗുളികയാണ്. രണ്ടിന്റെ ഉപയോഗം സെയിം ആണ്. ഒന്ന് ക്രോണിക് ഗൗട്ട്, സോ ഉപയോഗം പറഞ്ഞാൽ ഒന്ന് ക്രോണിക് ഗൗട്ടിലാണ് ടു റെഡ്യൂസ് ദ ഹൈപ്പർ യൂറിസീമിയ, ടൊഫേഷ്യസ് ഗൗട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് കുറയ്ക്കുക. യൂറിക് ആസിഡ് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കൊടുക്കുക. സോ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡയറ്റ് മോഡിഫിക്കേഷൻ വേണം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ട്രീറ്റ്മെന്റ്, അല്ലാതെ മരുന്ന് മാത്രം കൊടുക്കലല്ല എന്ന് കൂടി ഓർക്കുക. ആൻഡ് രണ്ടാമത്തെ മറ്റുപയോഗം യൂറിക് ആസിഡ് വരാൻ കാരണം ചില ക്യാൻസറുകളാണെന്ന് പറഞ്ഞു. ക്യാൻസറിൽ ഉണ്ടാകുന്നത് ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിൽ ആന്റി ക്യാൻസർ മരുന്നുകളെ കൊടുക്കുമ്പോൾ ട്യൂമർ ലൈസിസ് ഉണ്ടാകുന്നു. സോ ലുക്കീമിയ, ലിംഫോമ, ധാരാളം സെൽസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. കഴിയുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരും. അടുത്ത മയോപ്രോലിഫറേറ്റീവ് ക്യാൻസറിൽ കൊടുക്കാം. മയോപ്രോലിഫറേറ്റീവ് ക്യാൻസർ എഴുതാം, ലുക്കീമിയ, ലിംഫോമ, പോളിസൈത്തീമിയ വേറ പോലെയുള്ളത്, CML നമുക്ക് എഴുതാം, എസെൻഷ്യൽ ത്രോംബോസൈറ്റോസിസ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഏത് കണ്ടീഷൻസിലും സെൽ ടേൺ ഓവർ, റാപ്പിഡ് സെൽ ടേൺ ഓവർ ഉള്ള ക്യാൻസറുകളിൽ കൂടുതലായിട്ട് യൂറിക് ആസിഡ് ഉണ്ടാവുന്നു. അക്യൂട്ട് ഗൗട്ടി അറ്റാക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. സോ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പ്യൂരിൻ മെറ്റബോളിസം തടഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കുറയ്ക്കാം. സോ അലോപുരിനോൾ കൊടുക്കാം. അലോപുരിനോൾ ആണ് ഏറ്റവും വൈഡായിട്ട് പ്രിഫർ ചെയ്യുക. ഫെബുക്സോസ്റ്റാറ്റും കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ TLSൽ ട്യൂമർ ലൈസ് സിൻഡ്രോമിൽ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രഗ് ഇതല്ല, റാസ്ബുറി കേസ് അല്ലെങ്കിൽ പെഗ്ലോട്ടിക്കേസ്. നമുക്ക് അതിനെ കുറിച്ച് പുറകെ പറയാം. ഈ മരുന്നുകളായിരിക്കും കൂടുതൽ പ്രിഫേർഡ്. ഇനി ജനറ്റിക് ഡിസീസസ് നമുക്ക് പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു യൂറിക് ആസിഡ് കൂട്ടാവുന്ന. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലെഷ്നിൻ-ഹാൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻസിൽ കൊടുക്കാം. ദെൻ ഗ്ലൈക്കോജൻ സ്റ്റോർ ഡിസീസ് 1 അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലും യൂറിക് ആസിഡ് കൂടുമ്പോൾ നമുക്കിത് കൊടുക്കാം. ദെൻ മറ്റ് ഹൈപ്പർ യൂറിസീമി ഉണ്ടാവുന്ന, റീനൽ ഫെയിലിയർ, ആൽക്കഹോൾ കഴിച്ചിട്ട് കൺസംഷൻ കൂടുതൽ, മരുന്നുകൾ മൂലം ഉണ്ടാവുന്ന ഹൈപ്പർ യൂറിസീമിയ. സോ ഓൾ ദീസ് കണ്ടീഷൻസ്, ഹൈപ്പർ യൂറിസീമിക് കണ്ടീഷൻസിലെല്ലാം നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കും. ആൻഡ് സാധാരണ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ TLSൽ നമ്മൾ വേറെ ആണെന്ന് പറഞ്ഞു, അല്ലാതെ എല്ലാ കണ്ടീഷൻസിലും ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അലോപുരിനോൾ ആണ്. ഫെബുക്സോസ്റ്റാറ്റ് പുതിയ ഡ്രഗ് ആണ്, അതുകൊണ്ടായിരിക്കാം താരതമ്യേന പുതിയ മരുന്നാണ്. സോ ഇൻ ക്രോണിക് ഗൗട്ട്, ടൊഫേഷ്യസ് ഗൗട്ട്, ഹൈപ്പർ യൂറിസീമിയ, TLS എല്ലാം ഈ മരുന്നുകൾ നമുക്ക് കൊടുക്കാം. അതിൽ തന്നെ ഇതായിരിക്കും കൂടുതൽ പ്രിഫേർഡ്. ആൻഡ് ഈ മരുന്നുകൾക്കൊപ്പം എന്തും കൂടി കൊടുക്കണം, ധാരാളം വെള്ളം കൂടുതലായിട്ട് കുടിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കുക. കാരണം ഹൈപ്പോസാന്തിനും വേഗത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യാം. സോ യൂറിക് ആസിഡ് ആയിട്ട് മാറാതെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ്. സോ അപ്പോഴത്തേക്കും നമ്മൾ ധാരാളം വെള്ളവും കൂടി കൂടുതൽ കൊടുത്താൽ മാത്രമാണ് നമുക്ക് കൂടുതൽ എഫക്റ്റീവ്നെസ് ഉണ്ടാകുക. അല്ലെങ്കിൽ ഇത് പോയി കട്ടായിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇനി ഇവ ഉപയോഗിക്കാവുന്ന മറ്റ് കണ്ടീഷൻസ്, യൂറേറ്റ് സ്റ്റോൺസിൽ നമുക്ക് കൊടുക്കാം. യൂറേറ്റ് സ്റ്റോൺസ്, നെഫ്രോലിത്തിയാസിസ്, യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന കിഡ്നി സ്റ്റോണിലും നമുക്ക് ഇത് ഉപയോഗിക്കും. ഇനി അലോപുരിനോളിന്റെ മാത്രം യൂസ് ആണ്, ഫെബുക്സോസ്റ്റാറ്റ് ആ യൂസിന് ഇല്ല. ആൻഡ് ദിസ് ഹാസ് ആന്റി പ്രോട്ടോസോവൽ ആക്ഷൻ കൂടിയുണ്ട്. ആന്റി പ്രോട്ടോസോവൽ ഡ്രഗ് ആയിട്ടാണ് സത്യത്തിൽ അലോപുരിനോൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ വന്നു. ഉദാഹരണം ലീഷ്മേനിയാസിസ് എന്ന് പറയുമ്പോൾ കാല അസാർ എന്ന് പറയുന്ന, നമ്മൾ മലയാളത്തിൽ കരിമ്പനി എന്നൊക്കെ പറയുന്ന അസുഖമാണ്. കാല അസാറിൽ ഇത് കൊടുക്കും. ആൻഡ് ഫെബുക്സോസ്റ്റാറ്റിന് ഈ പ്രയോജനം ഇല്ല. ആൻഡ് ഫെബുക്സോസ്റ്റാറ്റ് നമ്മൾ എവിടെ കൊടുക്കുക? ഫെബുക്സോസ്റ്റാറ്റ് ഈസ് പ്രിഫേർഡ് വെൻ ദർ ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു അലോപുരിൻ. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു അലോപുരിനോൾ ഉണ്ടെങ്കിലാണ് നമ്മൾ സാധാരണ ഫെബുക്സോസ്റ്റാറ്റ് കൊടുക്കുക. പക്ഷെ അല്ലാതെ ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ ഫെബുക്സോസ്റ്റാറ്റ് ആയിരിക്കും നമ്പർ 1 ആയിട്ട് എഴുതുക. നമ്മൾ അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട്സ് നോക്കി കഴിഞ്ഞാൽ അലോപുരിനോളിന്റെ പ്രധാന പ്രശ്നം നമ്മൾ പറഞ്ഞത് ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫെബുക്സോസ്റ്റാറ്റിലേക്ക് കൊടുക്കേണ്ടി വരിക. സോ റാഷസ് ഉണ്ടാകും. അപൂർവമായിട്ട് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം, SJS പോലുള്ളവയും ഉണ്ടാകും. പക്ഷേ മാരകമായിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള സൈഡ് എഫക്ട് അപൂർവമാണ് കേട്ടോ. ബോൺ മാരോ ഡിപ്രഷൻ ആണ് അല്ലെങ്കിൽ സപ്രഷൻ ആണ്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കാം. ദെൻ കാറ്ററാക്ട് പോലെയുള്ള പ്രശ്നങ്ങളും സ്ഥിരമായിട്ടൊക്കെ ദീർഘനാൾ കഴിച്ചാൽ ചിലപ്പോൾ ഉണ്ടാക്കാം. ഫെബുക്സോസ്റ്റാറ്റും ഈ പറഞ്ഞ പോലെ റാഷസ് ഒക്കെ ഉണ്ടാക്കാം. നൗസിയ, ആർത്രാൾജിയ ഒക്കെ ഉണ്ടാക്കാം. ലിവർ എൻസൈംസ് ഉയർത്താം, അബ്നോർമൽ
ആകാം. പക്ഷേ ഫെബുക്സോസ്റ്റാറ്റിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല, കാർഡിയോ വാസ്കുലാർ സൈഡ് എഫക്ട്സ് ആണ്. കാർഡിയോവാസ്കുലാർ സൈഡ് എഫക്ട്സ് ആണ് ബോക്സ്ഡ് വാർണിംഗ്. കാർഡിയോവാസ്കുലാർ സൈഡ് എഫക്ട്സ് ബോക്സ്ഡ് വാർണിംഗ് ആയിട്ട് പിന്നീട് എഴുതി ചേർത്തിട്ടുണ്ട് ഫെബുക്സോസ്റ്റാറ്റിൻ. അലോപിരിനോൾ പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി ആണ് ഇത്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും സേഫ് ആയിട്ടാണ് കരുതപ്പെടുന്നത് എന്ന് ഞാൻ പറയും. ഓക്കെ, ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ ഇത് നമുക്ക് കഴിയും. ദെൻ അലോപിരിനോൾ GFR റേറ്റ് നോക്കി വേണം കൊടുക്കാൻ. ഇത് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി മോർ സേഫ് എന്ന് എഴുതാം ഇൻ GFR. പക്ഷേ GFR ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ റീനൽ ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ ഡോസ് 40 മില്ലിഗ്രാമിൽ കൂടാൻ പാടില്ല എന്നാണ് പറയാ. 40 or 80 മില്ലിഗ്രാം ആണ് ഇത് കൊടുക്കുക. ഓക്കെ, ഇനി അലോപിരിനോൾ ഒരു എൻസൈം ഇൻഹിബിറ്റർ ആണ് എന്ന് കൂടി ഒന്ന് ഓർത്തുക. എൻസൈം ഇൻഹിബിറ്റർ ആണ്, CYP എൻസൈംസിനെ തടയും. സോ പല CYP എൻസൈംസിനെ തടയുന്നതുകൊണ്ട് വാർഫാറിൻ, തിയോഫിലിൻ, സൈറ്റോക്ലോഫോസ്ഫമൈഡ് ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ ടോക്സിസിറ്റി ക്യാൻ ബി ഇൻക്രീസ്, ടോക്സിറ്റി വർദ്ധിപ്പിക്കും. ഇനി വേറെ ഇന്ററാക്ഷൻ ഇത് രണ്ടിനും ബാധകമാണ്. സാന്തിൻ ഓക്സിഡേസ് ഇൻഹിബിഷൻ മൂലമുള്ള ഒരു പ്രശ്നമാണ്. ക്യാൻസറിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് 6-മെർകാപ്റ്റോപ്യൂരിൻ. ദെൻ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അസാത്തയോപ്രിൻ. സോ ഇത് രണ്ടും സാന്തിൻ ഓക്സിഡേസ് വഴി മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്, നശിക്കുന്നുണ്ട്. സോ ഇതിനെ മരുന്ന് തടയാണ്. അപ്പോൾ ഇതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ടോക്സിറ്റി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുക സാധാരണ രീതിയിൽ ഒരുമിച്ച് കൊടുക്കേണ്ടി വരും, ബിക്കോസ് ഇത് ക്യാൻസറിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുക ഇതിന്റെ ഡോസ് 6-മെർകാപ്റ്റോപ്യൂരിന്റെ ഡോസ് 1/4 ആക്കി കുറയ്ക്കുക. സാധാരണ 20% ആക്കി കുറയ്ക്കുക എന്നാണ് പറയുക. 1/4 to 1/5 ആക്കി കുറയ്ക്കുക. 6-മെർകാപ്റ്റോപ്യൂരിൻ ആൻഡ് തയോപ്രിൻ, അസാത്തയോപ്രിന്റെ ഡോസ് 1/4 to 1/5 ആക്കി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മരുന്നുകൾ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇനി ട്യൂമർ ലൈസിസ് സിൻഡ്രോം പോലെയുള്ള TLS പോലെയുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്ന് യൂറിക് ആസിഡ് ഭയങ്കരമായിട്ട് ഉയരുന്ന കണ്ടീഷൻസ്, അവിടെ നമ്മൾ കൊടുക്കുക യൂറിക്കേസസ് എൻസൈംസ് ആണ്. യൂറിക്കേസ് എൻസൈംസ് ആണ്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഓക്സിഡേസ് എൻസൈംസ് ആണ് നമ്മൾ കൊടുക്കുക. രണ്ട് മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് റാസ്ബുറിക്കേസ് ആണ്, റാസ്ബുറിക്കേസ് ഉണ്ട്. ദെൻ ഇപ്പോൾ പുതിയതായിട്ടുള്ളത് പെഗ്ലോട്ടിക്കേസ് എന്ന് പറയുന്ന മരുന്നുമുണ്ട്. റാസ്ബുറിക്കേസ് അർത്ഥത്തിൽ ബേർഡ്സിലുള്ള യൂറിക് ആസിഡ് ഓക്സിഡേസ് ആണ്. പെഗ്ലോട്ടിക്കേസ് മമേലിയൻ ടൈപ്പ് ആണ്. രണ്ടും നമുക്ക് റീകോമ്പിനന്റ് DNA ടെക്നോളജി വഴി നമ്മൾ പല ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആൻഡ് ഈ മരുന്നുകൾ യൂറിക് ആസിഡിനെ വെള്ളത്തിൽ അലിയുന്ന നോൺ ടോക്സിക് ആയിട്ടുള്ള അലൻറ്റോയിൻ ആയിട്ടാണ് അലൻറ്റോയിൻ ആക്കി മാറ്റുന്നത്. സോ ദിസ് ബൈ യൂറിക് ആസിഡ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് വെള്ളത്തിൽ അലിയുന്ന സംഭവമാകും. സോ നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ടിഷ്യൂസ്, യൂറിനിലൂടെ ഇപ്പോൾ പുറന്തള്ളാനായിട്ട് സഹായിക്കും. ആൻഡ് സേഫർ ഡ്രഗ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ പെഗ്ലോട്ടിക്കേസ് ആണ് സേഫർ. ഇപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ലുക്കീമിയയിൽ നമുക്ക് കൊടുക്കാം, ലിംഫോമയിൽ നമുക്ക് കൊടുക്കാം, സോളിഡ് ട്യൂമേഴ്സോ ഇതിലൊക്കെ എല്ലാത്തിലും ഉണ്ടാകുന്ന TLS ട്യൂമർ ലൈസിസ് സിൻഡ്രോമിൽ യൂറിക് ആസിഡ് കുറയ്ക്കാനാണ്. നമ്മൾ നേരത്തെ പല കണ്ടീഷൻസ് എക്സ്ട്രാ വേറെ പറഞ്ഞിരുന്നു, അതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഇതിന്റെ ഡോസ് 0.3 മില്ലിഗ്രാം പെർ കിലോഗ്രാം 30 മിനിറ്റ്സ് ആയിട്ടുള്ള ഇൻഫ്യൂഷൻ ആയിട്ടാണ് കൊടുക്കുക. 5 ദിവസം നമ്മൾ കൊടുക്കും. ആൻഡ് ഇതിന്റെ ഒരു പ്രശ്നം, ഈ 5 ദിവസം കൊടുത്താൽ പിന്നെ ജീവിതത്തിൽ ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സിംഗിൾ ഡോസ്, ഒരു സിംഗിൾ കോഴ്സ് മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കുക. പെഗ്ലോട്ടിക്കേസ് പുതിയ മരുന്നാണ്, ക്രിടെക്സ എന്ന പേരിലാണ് കിട്ടുക. അത് 8 mg/ml എവറി 2 വീക്സ് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. രണ്ടും ഇപ്പോൾ ഇഞ്ചക്ഷൻ ആണ്. ഇൻഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ ആണ്. ഹൈപ്പർ എൻസൈംസ് ആണ്. സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാം, വോമിറ്റിംഗ് ഉണ്ടാക്കാം, ഫീവർ ഉണ്ടാക്കാം, ഹെഡേക്ക്, ദെൻ കോൺസ്റ്റിപ്പേഷൻ, മ്യൂക്കോസൈറ്റോസിസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ ശരീരത്തിന് പുറത്തുള്ള പ്രോട്ടീൻ ആണ്, എൻസൈംസ് ആണ്. സോ ഓട്ടോ ആന്റിബോഡീസ് ഇതിനെതിരെ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് സിംഗിൾ കോഴ്സ് കൊടുക്കുന്നു എന്ന് പറയും. ആൻഡ് G6PD ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ 2 മരുന്നും. ഹീമോലൈസിസ് ഉണ്ടാക്കാം, അങ്ങനെയുള്ള രോഗികളിൽ ഹീമോലൈസിസ് ഉണ്ടാക്കി. ദെൻ പിന്നെയുള്ള പ്രശ്നം അവരിൽ തന്നെ മെത്ത് ഹീമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഹീമോലൈസിസ് മൂലം ഉണ്ടാകും. സോ ഇതിങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും ഡിസ്കണ്ടിന്യൂ മരുന്ന് അപ്പോൾ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ G6PD ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് കൂടിയാണ്. ഗർഭിണികളിൽ ദിസ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, കൊടുക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യം അല്ല. കൊടുക്കുക അലോപിരിനോൾ റെസിസ്റ്റന്റ് ട്യൂമർ ലൈസിസ് സിൻഡ്രോമിലാണ് ഇതിന് അപ്രൂവൽ ഉള്ളത്. എങ്കിലും TLSലെ ഫസ്റ്റ് ലൈൻ നൗ ഈസ് either റാസ്ബെറിക്കേസ് ഓർ കൂടുതൽ പ്രിഫേർഡ് ഞാൻ പറഞ്ഞു പെഗ്ലോട്ടിക്കേസ് ആണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഗ്രൂപ്പ് മരുന്നുകളെ പരിചയപ്പെടാം. അതിനെ നമുക്ക് യൂറിക്കോസൂറിക് ഡ്രഗ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് കിഡ്നിയിലാണ്, കിഡ്നിയിലെ നെഫ്രോണിലാണ്. നെഫ്രോണിലുള്ള ട്യൂബ്യൂൾസ്, ഇപ്പോൾ നെഫ്രോൺ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്യൂബ്യൂൾസിലാണ് ഇത് പ്രവർത്തിക്കുക. ഓക്കെ, അവസാനം യൂറിനിലൂടെ യൂറിക് ആസിഡ് പുറന്തള്ളുകയാണ് ചെയ്യുക. സോ ഇൻഹിബിറ്റ്, ഇവിടെ തിരിച്ചെടുക്കുന്നത് ഇൻഹിബിറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് യൂറിക് ആസിഡ് തടയുകയാണ്. സോ തിരിച്ചെടുക്കാനായിട്ട് പല ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ട്. ഇവിടെ PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിലുള്ള ട്രാൻസ്പോർട്ടർ ഒരെണ്ണം, ഓർഗാനിക്
ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ടർ ആണ്, OATs ആണ്. ആൻഡ് അതിൽ UR81 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതിന്റെ പ്രശ്നങ്ങൾ മൂലവും യൂറിക് ആസിഡ് പ്രശ്നം ഉണ്ടാകാമെന്ന് പറഞ്ഞു. സോ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഴ്സ് വഴിയാണ്. സോ ദേ പ്രൊമോട്ട് യൂറിക് ആസിഡ് എക്രീഷൻ ഇൻ യൂറിൻ. സോ ഇത് തിരിച്ചെടുക്കാതാകുമ്പോൾ ഇങ്ങനെ പോയി യൂറിനിലൂടെ പുറത്തേക്ക് പോകും. യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകും. സോ കൂടുതൽ യൂറിക് ആസിഡ് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് യൂറിറ്റർ അങ്ങനെയൊക്കെയുള്ള യൂറിനറി ബ്ലാഡർ, ഇവിടെയൊക്കെ കൂടുതലായിട്ട് യൂറിക് ആസിഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെഫ്രോലിത്തിയാസിസ്, അവിടെയൊക്കെ കല്ലുകൾ വരാം. യൂറിക് ആസിഡ് നെഫ്രോലിത്തിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് പ്രോബെനിസിഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്, പ്രോബെനിസിഡ്. ദെൻ ബെൻസ്ബ്രോമാൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. പുതിയ മരുന്നാണ് അടുത്തത്. ലെനിസുറാഡ് എന്ന് പറയുന്നതും ഒരു യൂറിക്കോസൂരി ഡ്രഗ് ആണ്. പഴയ ഒരു മരുന്ന് നമ്മുടെ സൾഫിൻ പൈറസോൺ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് പ്രൊബെൻസിൻ ആണ് ഏറ്റവും ഫേമസ്. സാധാരണ അലോപിരിനോളൊപ്പം ആഡ് ഓൺ ഡ്രഗ് ആണ്. സോ ഈ മരുന്നുകൾ അലോപിരിനോൾ കൊടുക്കുന്നു, അതിനൊപ്പം പ്ലസ് ഈ മരുന്നുകൾ ഏതെങ്കിലും കൊടുക്കാം. ഓൾസോ വിത്ത് കോൾച്ചിസിനൊപ്പവും നമ്മൾ ഇത് ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഓറൽ ഡ്രഗ് ആണ് പ്രൊബെൻസിഡ്. പ്രധാന സൈഡ് എഫക്ട് GI പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്ന, ഡയറിയ, ഡിസ്പെപ്സിയ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഈ മരുന്നുകൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ റീനൽ ഫെയിലിയർ, കിഡ്നിയിലാണ് പ്രവർത്തിക്കുക, കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ആൻഡ് പ്രൊബെൻസിഡ് ഒരു OAT ഓർഗാനിക് ആനയോൺ ട്രാൻസ്പോർട്ട് ഇൻഹിബിറ്റർ ആണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാക്കാം. ഉദാഹരണം OATക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ യൂറിക് ആസിഡ് എടുക്കുമ്പോൾ ഇത് പെനിസിലിൻസിനെ പുറന്തള്ളുന്നുണ്ട്. സോ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെനിസിലിൻ ശരീരത്തിൽ കൂടുതലായിട്ട് അടിയും. അപ്പം നമുക്ക് പെനിസിലിൻ, സെഫാലോസ്പോറിൻസിന്റെ ഒക്കെ ആക്ടിവിറ്റി കൂട്ടാനായിട്ട്, ആക്ടിവിറ്റി മീൻസ് ലോങ്ങർ ആക്ടിങ് ആക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കും. സോ അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം. ടു ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് പെനിസിലിൻസ് ആൻഡ് സെഫാലോസ്പോറിൻസ് നമുക്ക് ഉപയോഗിക്കാം, ലോങ് ആക്ടിങ് ആക്കാം. ദെൻ പക്ഷേ ഇതേപോലെ തന്നെ വേറെയും ചില മരുന്നുകൾ, ഇപ്പോൾ മെത്തോട്രെക്സേറ്റ് പോലെയുള്ള മരുന്ന്, സൾഫോണമൈഡ്, അതുമൊക്കെ ഇതേപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആണെങ്കിൽ അപ്പോൾ ടോക്സിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാം എന്ന് നമ്മൾ ഓർക്കും. ഇനി ഇതേപോലെ വേറെ മരുന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നൈട്രോഫ്യൂറൻറ്റോയിൻ എന്ന് പറയുന്ന മരുന്ന്. നൈട്രോഫ്യൂറൻറ്റോയിൻ നമുക്ക് വേഗം ഇവിടെ എത്തണം. ഇവിടെ എത്തി ബ്ലാഡറിൽ എത്തിയിട്ടാണ് നമ്മൾ അതിനെ ഇൻഫെക്ഷൻസിന് ഉപയോഗിക്കേണ്ടത്. സോ ഇത് തിരിച്ചെടുക്കുന്നതുകൊണ്ട് അപ്പോൾ അതിന്റെ എഫക്ട് കുറയും. സോ നൈട്രോഫ്യൂറൻറ്റോയിൻ ആണെങ്കിൽ എഫക്ട് കുറയും. ബാക്കിയുള്ളവയൊക്കെ ഇത് ടോക്സിറ്റി കൂടുകയോ ദോഷം കൂടുകയോ ഗുണം വർദ്ധിക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുക. ദെൻ റിഫാംബിസിൻ പക്ഷേ ഇവിടെ അല്ല, ബീലിയറി എക്രീഷൻ ഓഫ് റിഫാംബിസിൻ ആണ് തടയും. ദെൻ ആസ്പിരിൻ, സാലിസിലേറ്റ് എന്നിവയുടെ ആക്ഷൻസ് ദിസ് ക്യാൻ ബി ആന്റഗണൈസ്ഡ് ബൈ പ്രൊബെൻസിഡ്. ഇനി ബെൻസ്ബ്രോമാനെ പറ്റി ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഇത് ഗുണം റീനൽ ഫെയിലിയറിൽ സേഫ് ആണ്. സോ ബെൻസ്ബ്രോമാൻ ഈസ് പ്രത്യേകത റീനൽ ഫെയിലിയറിൽ സേഫ് ആണെന്നുള്ളതാണ്. പ്രൊബെൻസിഡ് കൊടുക്കാൻ പറ്റാത്ത റീനൽ ഫെയിലിയർ ഉള്ള ആൾക്കാരിൽ ഇത് സേഫ് ആണ്. പക്ഷേ അപ്പോൾ ലിവറിൽ അത്ര സേഫ് അല്ല, ഹെപ്പാറ്റോടോക്സിറ്റി ഉണ്ടാക്കും. ലെനിസുറാഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പുതിയ മരുന്നാണ്, ഓറൽ ആണ്, 100% ബയോ അവൈലബിലിറ്റി ഉള്ള മരുന്നാണ്. ആഡ് ഓൺ ഡ്രഗ് ടു അലോപിരിനോളിനോ ഫെബുക്സോസ്റ്റാറ്റിനൊക്കെ ആഡ് ഓൺ ഡ്രഗ് ആയിട്ട് കൊടുക്കാം. സൾഫിൻ പൈറസോൺ ഈസ് ഓൾസോ യൂറിക്കോസൂറിക് എഫക്ട് ഉള്ള മരുന്നാണ്. ഇനിയും യൂറിക്കോസൂറിക് എഫക്ട് ഉള്ള ചില മരുന്നുകളൊന്ന് ജസ്റ്റ് ഓർക്കുക. ഒന്ന് ലൊസാർട്ടാൻ ആണ്, ദെൻ റോസുവാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന മരുന്ന്, ഫെനോഫിബ്രേറ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്കും കുറച്ച് യൂറിക്കോസൂറിക് എഫക്ട് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് ആന്റി ഗൗട്ട് മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ അക്യൂട്ട് ഗൗട്ടിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ പറഞ്ഞു, ക്രോണിക് ഗൗട്ടിന് ഉപയോഗിക്കുന്നത്. അക്യൂട്ട് ഗൗട്ടിൽ 3 ഡ്രഗുകളാണ്. NSAID പറഞ്ഞു, പിന്നെ നമ്മൾ കോൾച്ചിസിൻ പറഞ്ഞു, കോർട്ടിക്കോസ്റ്റെറോൾ. ഇവിടെ നമ്മൾ പറഞ്ഞ യൂറിക് ആസിഡ് സിന്തസിസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള അലോപിരിനോൾ, ഫെബുസോസ്റ്റാറ്റ് പോലെയുള്ള മരുന്നുകൾ പറഞ്ഞു. ദെൻ TLS അതിന് ഉപയോഗിക്കുന്ന റാസ്ബെറിക്കേസ്, പെക്ലോട്ടിക്കേസ് പറഞ്ഞു. ദെൻ യൂറിക്കോസൂറിക് ഡ്രഗ്സ്. ഇത്തരം മരുന്നുകളാണ് നമ്മൾക്ക് ഈ വിഭാഗത്തിൽ പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.